അപ്പം നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു റോഡിലൂടെ പോയിട്ട് വേണം. വണ്ടി അവിടത്തോളം പോകും. അപ്പോൾ ഇവിടുത്തെ റോഡ് അത്ര വലിയ ഇതാകാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അല്ലേ മീറു? ഹായ് പറ. ഹായ് ഗായ്സ്. മീറുടെ ലുക്ക് എങ്ങനെയുണ്ട്? നല്ല അതെ. സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കാൻ കുറച്ച് മടിയാണ്. അപ്പം സൺഡേ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും വരും. സൺഡേ അല്ലേ ലീവുള്ള ദിവസമുള്ളൂ. അപ്പോൾ സൺഡേ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടായവർ, നമ്മളെ കൂടെ തൊട്ടടുത്ത് ഉണ്ടായ മലയാളി ഫാമിലി, അവർ ഇതേപോലെ ഒരു സ്ഥലത്ത് പോയി സ്റ്റാറ്റസ് ഇട്ട് കണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെവിടെയാണ്. അപ്പോൾ അവർ വന്ന് ജാജർകോട്ട്ലി. അപ്പോൾ അങ്ങനെ അവർ ലൊക്കേഷനൊക്കെ അയച്ചത്. നല്ല സ്ഥലമാണ്, അടുത്ത് തന്നെയാണ്, ഇവിടുന്ന് അരമണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് ജാജർകോട്ട്ലി. അപ്പം നല്ല ഒരു സ്ഥലം തന്നെയാണ്. അത് വെള്ളത്തിൽ കളിക്കാൻ പറ്റും, കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ട് ജാജർകോട്ട്ലി എന്ന് പറഞ്ഞ് ഇട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ജാജർകോട്ട്ലി എന്ന് പറഞ്ഞ ബോർഡ് എത്തി. അപ്പോൾ നമ്മൾ എന്താക്കി ആ റൂട്ടിലേക്ക് കയറി. ആ റൂട്ടിൽ കയറിയപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി, ഒരു ബിൽഡിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല, അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ റിട്ടേണായി അവിടുന്ന്. എന്നിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോയി ആ റൂട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വഴിയൊക്കെ അയാൾ പറഞ്ഞു തന്നു. എന്നിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക്. നല്ല അടിപൊളി സ്ഥലമാണെന്നാണ് പറഞ്ഞത്. വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റും, നല്ല വെള്ളമൊക്കെ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വീലറിലാണ് നമ്മൾ പോകുന്നത്. ഹെൽമെറ്റ് നിർബന്ധമാണ് ഇവിടെ. നമ്മൾ ഇവിടുന്ന് നമ്മൾ ഗേറ്റ് കിടക്കണമെങ്കിൽ ഹെൽമെറ്റ് എന്തായാലും വേണം. ഗേറ്റ് കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല. പക്ഷേ ഗേറ്റ് കിടക്കണമെങ്കിൽ നമ്മളിവിടുത്തെ ആർമി ഗേറ്റ് കിടക്കണമെങ്കിൽ, ക്വാർട്ടേഴ്സിൻ്റെ ഗേറ്റ് കിടക്കണമെങ്കിൽ ഹെൽമെറ്റ് ഇടണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്ഥലം എത്താനായിരിക്കുന്നു. ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഇതന്നെയല്ലേ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ആ വരുന്ന ആളോട് നമ്മളൊന്ന് കൺഫേം ചെയ്തു ഇതന്നെയല്ലേ ആ സ്ഥലം. അപ്പോൾ അവർ ആ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ റോഡ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും മോളും നടക്കുക, നിങ്ങൾ വണ്ടിയിൽ പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വണ്ടിയിൽ പോയി, ഞാനും മോളും നടന്ന് താഴെ എത്തി. അപ്പം അങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു ഷോപ്പ് അവിടെ ഉള്ളത് കാണുന്നത്. ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിൽ കയറി. ഷോപ്പിൽ കയറിയപ്പോൾ എന്താ മാഗിയോ അങ്ങനെ എന്തോ ഓംലെറ്റോ അങ്ങനെ എന്തോ കഴിച്ച് അവിടെ ഇരുന്നിട്ട്, എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ആ പോകുന്ന വഴി. അപ്പോൾ കുറേ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഞാൻ വിചാരിച്ച ആരും അധികം ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് ജമ്മു എന്നൊക്കെ വരുന്നുണ്ട്. വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി ഇടാൻ പറ്റുന്നില്ല. ഗൈഡ് ലൈൻസിന് എതിരെയാണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ഇടുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഇവരെ കൂടെ വർക്ക് ചെയ്യുന്ന സാർമാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറേ ജെൻറ്റ്സ് അവർ വണ്ടിയെടുത്ത് വന്ന് ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് തന്നു. പിന്നെ വെള്ളത്തിലിരുന്നാൽ നമ്മൾ കഴിച്ചത്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്നാലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സ്ഥലം. പാക്കപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണ്. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ എന്ന് പറയും. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ തിരിക്കാൻ പോയത് 6:30 കഴിഞ്ഞു. അപ്പം നമ്മൾ റിട്ടേൺ പോയെന്ന്. ഞാൻ ഡ്രസ്സൊന്നും എടുത്തിക്കില്ല. ഇത് മനുവണ്ട ടീഷർട്ടിൻ്റെ ഇട്ട് തന്നിട്ട്